പുറമേ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ BJP ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്ന രാമക്ഷേത്രം ഇന്നും പ്രധാനമന്ത്രി അതേക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസവും സംസാരിച്ചു. അപ്പോൾ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിഷയത്തെ മറികടക്കുന്ന രീതിയിൽ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ വിലക്കയറ്റം, ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെ എല്ലാം കൂടി പറയുന്നതല്ല, ഈ രണ്ട് പ്രത്യേകമായ വിഷയങ്ങൾ തന്നെയാണ് CSDS സർവേയിൽ ഏറ്റവും അധികമായി ഉയർന്നു വന്നിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ സർവേയുടെ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിന് തടുത്തു നിർത്താൻ കഴിയാത്ത ഒരു ആയുധമായി അത് മാറുമോ? അവർക്കതിൽ വിഷമിക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഈ മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ വളരുന്നുണ്ട്. അത് നമ്മുടെ രീതിയിലല്ല, ഓരോരുത്തടുത്തും അവരുടേതായ പ്രത്യേക രീതിയിലാണ് അതൊക്കെ വളരുന്നത്. അതിൽ സമൂഹത്തിലെ ഇടത്തട്ടിന് മുകളിലുള്ളവർ പോലും അത്തരം സമരങ്ങളിൽ ഭാഗവാക്കുകളാവുകയാണ്. വീട് നഷ്ടപ്പെടുന്നു, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, അവർ പുറത്തേക്ക് എറിയപ്പെടുന്നു. അത് നല്ല ജീവിത നിലവാരത്തിൽ കഴിഞ്ഞിരുന്നവരുടെ തന്നെ അവസ്ഥയാണത്. അപ്പോൾ ലോകത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് മുതലാളിത്തം അവരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പരിശ്രമവും സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അടുക്കളയിൽ വരെ അത് എത്തും. അത് ഇന്ത്യയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സാമാന്യം വിശ്വസ്തതയുള്ള ഒരു ഏജൻസി ഈ സർവേ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുടെ കൈകളിലായി കഴിഞ്ഞു. കേരളത്തിലെ ഉൾപ്പെടെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും, മാധ്യമപ്രവർത്തകർ, മാധ്യമ മുതലാളിമാർ, മാധ്യമ സ്ഥാപനങ്ങൾ, ജേർണലിസ്റ്റുകൾ, അവരെല്ലാം വിലക്കെടുത്തു കഴിഞ്ഞു. എല്ലാമെന്ന് ഞാൻ പറയുമ്പോൾ 10% എന്നുള്ള അർത്ഥത്തിലല്ല, മഹാഭൂരിപക്ഷം വിലക്കെടുത്തു കഴിഞ്ഞു. ഈ ചാനലുകളെല്ലാം 90% നടത്തുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റുകളാണ്. അപ്പോൾ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമാണ് ശ്രീ നരേന്ദ്രമോദിയുടേത്. അതുകൊണ്ടാണ് 18,000 കോടി രൂപ അവർ ഇലക്ട്രൽ ബോണ്ടായിട്ട് നൽകിയത്. ആ പൈസ നൽകുമ്പോൾ അവർക്ക് പ്രത്യുപകാരം ചെയ്യണം. ആ പ്രത്യുപകാരമാണ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളും അവർക്ക് കൈമാറുക എന്നുള്ളത്. ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വന്ന ഓർമ്മയുണ്ടാകുമല്ലോ. ഗവൺമെന്റിന്റെ ജോലി ബിസിനസ് നടത്തുകയല്ല. ഒരു കോർപ്പറേറ്റ് വാചകമാണത്. ഗവൺമെന്റിന്റെ ജോലി ബിസിനസ് നടത്തുകയല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന സ്ഥാപനങ്ങളൊന്നും നടത്തുന്ന ജോലി ഞങ്ങൾക്കുള്ളതല്ല, അത് ഞങ്ങൾ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കും. ഞങ്ങളുടെ ജോലി രാമക്ഷേത്രം പോലുള്ള ആരാധനാലയങ്ങൾ പണിയുക, പ്രതിമകൾ നിർമ്മിക്കുക, ജനങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ ചൂഷണം ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ദുരന്തങ്ങൾ, ഭീകരതകൾ, അതിനെ മറികടക്കാൻ ഞങ്ങൾ രാമനെ മുമ്പോട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഹനുമാനെ മുമ്പോട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥലനാമ പേരുകൾ മാറ്റി ആളുകളുടെ വിശ്വാസത്തെ ഞങ്ങൾ ചൂഷണം ചെയ്യും. ഞങ്ങൾ അമിതമായ ദേശീയത പ്രചരിപ്പിക്കും. ഞങ്ങൾ അപരന്മാരെ സൃഷ്ടിക്കും. ഞങ്ങൾ പാകിസ്ഥാനെ അപരന്മാരായിട്ട് കാണും. ഏത് നിമിഷവും നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഈ സംഭവങ്ങളൊന്നും ക്ലച്ച് പിടിക്കുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ ഒരു പാകിസ്ഥാൻ ആക്രമണം എന്നൊരു സംഭവം ഉണ്ടാകാം, ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടാകാം. എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലമായിട്ട് അത് വരികയാണ്. അപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 12 കോടി ആൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു രാജ്യം, കോടാനുകോടി മനുഷ്യരുടെ ജീവിതം എരുതിയിലേക്ക് എറിഞ്ഞ ഒരു നാട്, അവിടെ പകരം വയ്ക്കാൻ നിങ്ങൾക്കുള്ളത് പ്രാണപ്രതിഷ്ഠ മാത്രമാണ്. 9.5 ലക്ഷം ഒഴിവുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുകയാണ്. 9.5 ലക്ഷം ഒഴിവുകൾ. ആ ഒഴിവുകൾ നികത്തുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വകാര്യ മേഖലകളിൽ പോലും തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു, കൂടുതൽ മെക്കനൈസ്ഡ് ആവുന്നതോടെ. ഓരോരുത്തരും അവരുടെ ജീവിതം അവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ് അത് മാറ്റിയിട്ട് വിശ്വാസം കൂടെ ചേർത്തു. അപ്പൊ ഇത് മൂന്നുമാണ് നരേന്ദ്രമോദിയുടെ ഞാൻ മടങ്ങിയെത്താം. ശ്രീ പി. കൃഷ്ണദാസ്, BJP വികസിക്കുക എന്നുള്ളതാണ്.